ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചനയുടെ കയ്യിൽ നിന്ന് കരിമലക്കുടിയിലെ പീഡനക്കേസിന്റെ പ്രധാന തെളിവുകൾ നഷ്ടപ്പെടുകയാണ്. രുക്കുവും മഞ്ജുവും കൂടി ആ ഫയലുകൾ എടുത്ത് കത്തിച്ചു കളയുന്നുണ്ട്. എന്തായാലും ഈ കേസ് ഞാൻ ഫയൽ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ കുടുംബക്കാരെ ഓർത്തും വിജയ് ശങ്കറിനോടുള്ള വെല്ലുവിളിയുമായി അർച്ചന തെളിവുകൾ ശേഖരിക്കാനായി നേരിട്ട് കരിമലക്കുടിയിലേക്ക് പോവുകയാണ്. അർച്ചന പോകുന്ന കാര്യം വിജയ് ശങ്കറിന്റെ അസിസ്റ്റന്റ് വക്കീൽ അറിയുന്നുണ്ട്. അയാൾ പോയി ജയശങ്കറിനോട് പറയുന്നുണ്ട് അർച്ചന വക്കീല് കരിമലക്കൊടിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയാണ്. അറിയുന്ന വിജയ് ശങ്കർ ഇതാണ് നല്ല സമയം, അർച്ചനയെ തീർക്കാൻ പറ്റിയ അവസരമാണെന്ന് കരുതി അർച്ചനയെ കൊല്ലാനായി കൊട്ടേഷൻ കൊടുക്കുകയാണ്. അർച്ചനയുടെ ഒരു ഫോട്ടോ കൊട്ടേഷൻ ടീമിന് അയച്ചു കൊടുത്തുകൊണ്ട് അതോടെ അർച്ചനയുടെ അവസാനമാണെന്ന് ജയശങ്കർ പ്രതീക്ഷിക്കുകയാണ്. ശങ്കർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ജോസും ടീമും അവളെ തീർത്ത് കളയാനാണ് സാധ്യത എന്ന് പറയാണ്. അർച്ചന കരിമലക്കൊടിയിലേക്ക് പോവാനായി വണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു ചെറിയ ബസ് വരുന്നുണ്ട്. ആ ബസ്സിൽ അർച്ചന കയറുന്നുണ്ട്. അവിടെ തന്നെ അർച്ചനയെ കൊല്ലാനായി വിജയ് ശങ്കർ പറഞ്ഞയച്ച ഗുണ്ടകളും കയറുന്നുണ്ട്. അർച്ചന ഇരിക്കുന്ന സീറ്റിന്റെ തൊട്ട് പിറകിലാണ് ആ ഗുണ്ടകൾ ഇരിക്കുന്നത്. ആ കൊട്ടേഷൻ ടീമിലെ ഒരാൾ പറയുന്നുണ്ട് അർച്ചനയോട് എങ്ങോട്ടാണ് മേഡത്തിന് പോവേണ്ടത് എങ്ങോട്ടാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹായിക്കാമെന്ന് പറയാണ്. പിന്നീട് അർച്ചന ആ സ്ഥലത്തെത്തി ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നീട് ഒരു സ്ത്രീ അർച്ചനയോട് പറയുന്നുണ്ട് ഇവിടെ ഫോണിനൊന്നും റേഞ്ച് കിട്ടത്തില്ല മാഡം എന്ന് പറയാണ്. തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അർച്ചന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു ഓട്ടോറിക്ഷ വരികയാണ്. ഓട്ടോയിൽ കയറാനായി നിൽക്കുമ്പോൾ ഓട്ടോക്കാരൻ പറയുന്നുണ്ട് ഓട്ടോയ്ക്ക് ഇനി ഈ ഓട്ടോ മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. മനസ്സില്ലാ മനസ്സോടെ അർച്ചന ആ ഓട്ടോറിക്ഷയിൽ കയറുകയാണ്. അപ്പോഴേക്കും ഓടി വന്ന് കൊട്ടേഷൻ ടീമുകളും അതിലേക്ക് കയറുന്നുണ്ട്. പിന്നീട് കത്തി കാണിച്ചുകൊണ്ട് അർച്ചനയെ ആ കൊട്ടേഷൻ ടീം ഭീഷണിപ്പെടുത്തുകയാണ്. ഇത് കണ്ട് ആകെ ഷോക്കാവുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം. ബൈ, ഗുഡ് നൈറ്റ്.